മലപ്പുറം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന സിദ്ദീഖ് നുറുങ്ങലിന്റെ നിര്യാണത്തിൽ അനുശോചനം അർപ്പിക്കുന്നതിനായി പ്രത്യേക കൌൺസിൽ യോഗം ചേർന്നു. സിദ്ദീഖ് നുറുങ്ങലിന്റെ ഓർമ്മയിൽ വിതുമ്പി സഹപ്രവർത്തകർ. പീസ് പബ്ലിക് സ്കൂൾ കോട്ടക്കൽ, നർച്ചറിംഗ് വേൾഡ് ക്ലാസ് ലീഡേഴ്സ്. കഴിഞ്ഞ ബുധനാഴ്ച വരെ കൗൺസിൽ യോഗത്തിൽ തന്റെ വാർഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്ന സിദ്ദീഖിനെ അനുസ്മരിക്കുമ്പോൾ പലരും വിതുമ്പുന്നുണ്ടായിരുന്നു. സിദ്ദീഖ് നുറുങ്ങലിന്റെ അവസാനമായി പങ്കെടുത്ത 1-ാം വാർഡ് മെമ്പർ വിനു രവികുമാറിനും അനുശോചന സംസാരത്തിൽ ദുഃഖം അടക്കാനായില്ല. കൗൺസിൽ യോഗത്തിൽ പങ്കുചേർന്നവരെല്ലാം വിതുമ്പി. രാത്രി 10 മണിക്ക് താൻ പോവുകയാണെന്ന് പറഞ്ഞത് മരണത്തിലേക്കുള്ള അവസാന പോക്കാണെന്ന് വിശ്വസിക്കാനാവുന്നില്ലെന്നും കൂടെയുള്ളവർ വ്യക്തമാക്കി. നമ്മളിവിടെ വരുമ്പോൾ ആ റൂമിൽ മറ്റ് ആളുകളുടെ ഇടപെടൽ ഉണ്ടാകുന്ന സമയത്ത് കൂടുതലും ചെന്നിരിക്കാറുള്ളത് സിദ്ദീഖിൻ്റെ റൂമിലാണ്. അവിടെ വേറെ ആളുകളുണ്ടെങ്കിൽ ഒന്നിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ പ്രശ്നമില്ല മാഷെ നിങ്ങളിങ്ങോട്ട് വരിക, ഞങ്ങൾ സംസാരിക്കണമെന്നും നിങ്ങൾ കേട്ടാൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് റൂമിലേക്ക് വിളിച്ചിരുത്തി. അവിടെ ഞാൻ എൻ്റെ ഭാഗമായിട്ട് കുറച്ച് നേരം അവിടെ ഇരിക്കും. സിദ്ദീഖ് മുഴുവൻ സമയവും ഈ ആളുകളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയുള്ള കർത്തവ്യനിരതനായിട്ട് ഇരിക്കുന്ന അവസരം. അപ്പോൾ അവിടെ എഴുന്നേറ്റവും പറയും മാഷെ ഞാൻ പോയിട്ട് വരാം, മാഷ് വിളിക്കുക എന്ന് പറയും. ഇങ്ങനെ കുറേയൊക്കെ തമാശകളൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചിരുന്നിട്ട് കുറേ സമയം അവിടെ ഇരുന്നിട്ട് വിളിച്ചോണ്ടൊന്നും ഒന്നിരിക്കും പിന്നെ ഒന്നിരിക്കും, അങ്ങനെ ഒരു ഉറപ്പില്ലാത്ത രീതിയിലുള്ള ഇരുത്താണ്. അപ്പം ഞാൻ പറഞ്ഞു പോവാണിന്ന് പോയിക്കോന്ന് പറഞ്ഞു. അപ്പം നമ്മൾ രണ്ടാളും അവിടെ ഇരിക്കി, ഞാൻ പോവാണ്. പിന്നെ പോയപ്പോൾ വീണ്ടും ഞാൻ പോവാണെന്ന് എന്നോട് വിളിച്ച് വീണ്ടും പറയുന്നു. അപ്പോഴൊന്നും ഞാൻ വിചാരിച്ചില്ല ഇത് ലാസ്റ്റത്തെ പോക്കായിരിക്കും, ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു. എന്തായാലും ഞങ്ങൾ ഒരു നല്ലൊരു നഷ്ടമാണ് എല്ലാവർക്കും. നമ്മുടെ നാട്ടുകാർക്ക് തന്നെ ഒരു നഷ്ടമായി. യോഗത്തിൽ ചെയർമാൻ മുജീബ് കാടേരി അധ്യക്ഷത വഹിച്ചു. പി കെ സക്കീർ ഹുസൈൻ, പി കെ അബ്ദുൽ ഹക്കീം, ഒ സഹദേവൻ, സി സുരേഷ് മാസ്റ്റർ, സബീർ, PSA എന്നിവരും സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, മലബാർ ടൈംസ്.